നമ്മൾ ഓൾറെഡി കുറേ ഷെഡ്യൂളിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പഠിച്ച ഈ കോൺഫ്ലിക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് കോൺഫ്ലിക്റ്റ്. മീൻസ് നമുക്കറിയേണ്ട ഒരു ബേസിക് കൺസെപ്റ്റാണ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്നുള്ളത്. അതായത് 3 കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആണുള്ളത്: റീഡ് റൈറ്റ്, റൈറ്റ് റീഡ് ആൻഡ് റൈറ്റ് റൈറ്റ്. ഓക്കെ, ഇത്രയും കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി നമ്മൾ പല കൈൻഡ് ഓഫ് ഇത് പഠിച്ചു, ഷെഡ്യൂൾസ് പഠിച്ചു. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ റിക്കവറബിൾ ഷെഡ്യൂൾ ആണോ എന്നുള്ളത് നോക്കണം. സെക്കൻഡ് വൺ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആണോ എന്നുള്ളത്. തേർഡ് വൺ സീരിയൽ ഷെഡ്യൂൾ എന്നാണോ എന്ന് അത് മുന്നോട്ട് കുറച്ച് ടോപ്പിക്സ് കൂടെ വരും. ഇപ്പം സീരിയൽ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് നമ്മൾ സീരിയലൈസബിലിറ്റി നോക്കി, അതിനുശേഷം ഇക്വലൻസ് നോക്കി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓടിച്ച് പറയാം. അപ്പം ഫസ്റ്റ് നമുക്കറിയേണ്ട 3 കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞു. ഒന്ന് റീഡ് റൈറ്റ്, ഇതൊരു കോൺഫ്ലിക്റ്റ്. ഓക്കെ, അടുത്തത് റൈറ്റ് റീഡ്, അടുത്തത് എന്താണ് റൈറ്റ്. സോ ഇങ്ങനൊരു ഓപ്പറേഷൻസ് വന്നാൽ അത് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ആയിരിക്കും. അതെന്താണെന്ന് ഇതായിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പോൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വാല്യൂസ് റീഡ് ബൈ ട്രാൻസാക്ഷൻ T1 ബിഫോർ ഇറ്റ് ഈസ് റിട്ടൺ ബൈ. അതായത് നമ്മൾ ഇപ്പം ഒരാൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഒരാൾ റൈറ്റ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ തന്നെ അത് റീഡ് ചെയ്യുവാണെങ്കിൽ അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ വേറൊരു കേസാണ് ഒരാൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതൊരു കോൺഫ്ലിക്റ്റാണ്. പിന്നെന്ന് പറഞ്ഞാൽ റൈറ്റ് ഒരാൾ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ റൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ അതാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ റിക്കവറബിൾ ഷെഡ്യൂൾ പഠിച്ചു. റിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ ഇൻ വിച്ച് ട്രാൻസാക്ഷൻ കമ്മിറ്റ് ഓൺലി ആഫ്റ്റർ ഓൾ ട്രാൻസാക്ഷൻസ് ഹൂസ് ചേഞ്ചസ് ദ റീഡ് കമ്മിറ്റ്. അതായത് ഇവിടെ T' റൈറ്റ് ചെയ്തു, അതിനെ T റീഡ് ചെയ്തു. ആരാണോ റൈറ്റ് ചെയ്തത് അവർ ആദ്യം കമ്മിറ്റ് ചെയ്യണം. അതാണ് റിക്കവറബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഹൂവർ ഈസ് റൈറ്റിംഗ് ഇറ്റ് ആൻഡ് സംവൺ ഈസ് റീഡിങ് ഇറ്റ്, ദ ട്രാൻസാക്ഷൻ ഹൂ റോട്ട് ഇറ്റ് ഷുഡ് കമ്മിറ്റ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഇനി അങ്ങനെ അല്ലാത്ത കണ്ടീഷനാണ് ഇർറിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. അതായത് ഇവിടെ നമുക്ക് കാണാം R1 W1. അപ്പം ഇവിടെ ആദ്യം റൈറ്റ് ചെയ്തിരിക്കുന്നത് W1 ആണ്, അതായത് T1 ആണ് ആദ്യം റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ T2 റീഡ് ചെയ്തിട്ടുണ്ട്. സോ ദ കണ്ടീഷൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്, T1 ഷുഡ് കമ്മിറ്റ് ഫസ്റ്റ്. C1 ആണ് ആദ്യം വരേണ്ടത്. പക്ഷേ ഇവിടെ C1 എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ C2 ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ കാണാം. നമ്മളിവിടെ ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ T1 എക്സിക്യൂട്ട് ചെയ്യുന്നു. T1 ആണ് ആദ്യം റൈറ്റ് ചെയ്യുന്നത്. അതിനെ T2 റീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് T1 ഇവിടെ കമ്മിറ്റ് ചെയ്യുന്നില്ല. T1 ഇങ്ങനെ താഴെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ T1ൻ്റെ കണ്ടൻറ്റ് T2 റീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ T1 അങ്ങ് ഫെയിലായിപ്പോയി. അപ്പോൾ T1 എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി റോൾ ബാക്ക് ചെയ്ത് എന്താണോ പഴയ വാല്യൂ, ഈ അപ്ഡേഷൻസ് എല്ലാം കളഞ്ഞ് പഴയ വാല്യൂ, ഇപ്പം A ആണ്ട് നിന്ന് റീഡ് ചെയ്ത് Aയുടെ പഴയ വാല്യൂയിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ഇത് T2 അറിയുന്നില്ല. T2 എന്ത് ചെയ്യും? ഇല്ലാത്തൊരു വാല്യൂ, ഇവിടുന്ന് ഫെയിലായി പോയി തിരിച്ചിത് പോവുകയും ചെയ്തു. ഇല്ലാത്തൊരു വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്ത് അത് കമ്മിറ്റ് ചെയ്യും. അതാണ് നമ്മളുടെ T2 ചെയ്തത്. സോ ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ, ഇത് നമുക്ക് റിക്കവർ ചെയ്യാൻ പോസിബിൾ അല്ല. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് കണ്ടീഷൻ വെച്ചത് T1 റൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? T2നെ കമ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് ഇവിടെ, ഇത് ഇറിക്കവറബിൾ ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ T1 റൈറ്റ് ചെയ്തു, പക്ഷേ ഇവിടെ ആദ്യം കമ്മിറ്റ് ചെയ്തത് T2 ആണ്. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ T1 അബോട്ടായിപ്പോയി. അപ്പോൾ ഈ പറഞ്ഞ അതേ കണ്ടീഷനാണ്. സോ ഇത് റിക്കവറബിളേ അല്ല. ഓക്കെ, സോ അതിനടുത്തൊരു കണ്ടീഷൻ നോക്കാം. ഇവിടെ Z1 C2. ഓക്കെ, T1 ആണ് ആദ്യം എഴുതിയത്. സോ T1 ആദ്യം കമ്മിറ്റ് ചെയ്തു, അതിനുശേഷം T2 കമ്മിറ്റ് ചെയ്തു. ഇതാണ് റിക്കവറബിളും ഇറിക്കവറബിളും എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാസ്കേഡിങ് റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു കാസ്കേഡിങ് റോൾ ബാക്ക് ടു ഒക്കർ ഇൻ സം റിക്കവറബിൾ ഷെഡ്യൂൾ. ഇത് റിക്കവറബിൾ ആയിട്ടുള്ളൊരു ഷെഡ്യൂളിലാണ് നടക്കുന്നത്. ഇനി വേറെ അപ്പം റിക്കവർ ചെയ്യാൻ പറ്റും. ആദ്യമേ ആര് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? ഇവിടെ കാണാം, T1 ആദ്യമേ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷമാണ് T2 കമ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ റിക്കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ അൺകമ്മിറ്റഡ് ട്രാൻസാക്ഷൻ ഹാസ് ടു ബി റോൾ ബാക്ക് ബിക്കോസ് ഇറ്റ് റീഡ്സ് എൻ ഐറ്റം ഫ്രം എ ട്രാൻസാക്ഷൻ ദാറ്റ് ഫെയിൽഡ്. അതായത് T1 ഫെയിലായി, അപ്പോൾ T1 കംപ്ലീറ്റ്ലി റോൾ ബാക്ക് ചെയ്തു. സിമിലർ
സിമിലർലി എന്താകും, T2 മുന്നേ T1 കമ്മിറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, റിക്കവർ ചെയ്യാൻ പറ്റും. T2 എന്ത് ചെയ്യണം, റോൾ ബാക്ക് ചെയ്യണം. അതായത് T1 ഈസ് റിലേറ്റഡ് ടു T2. അന്നേരം എന്ത് ചെയ്യണം, T1 ഫെയിലായി, T1 റോൾ ബാക്ക് ചെയ്താൽ T2ഉം റോൾ ബാക്ക് ചെയ്യണം. ഇതാണ് കാസ്കേഡിങ് റോൾ ബാക്ക്, അല്ലെങ്കിൽ റിക്കവറബിൾ വിത്ത് കാസ്കേഡിങ് റോൾ ബാക്ക്, ഇതിനെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, വേറൊരു രീതി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൾ അബോട്ടായിപ്പോയി, T1 അബോട്ടായിപ്പോയി. അപ്പോൾ ആരും അബോട്ടായിരിക്കണം, A2ഉം T2ഉം അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന T2ഉം അബോട്ടായി പോകണം. അതാണ് നമ്മൾ കാസ്കേഡിങ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാസ്കേഡ്ലെസ് റോൾ ബാക്ക്. കാസ്കേഡ്ലെസ് റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഈസ് സെറ്റ് ടു ബി കാസ്കേഡ്ലെസ് ഓർ ടു അവോയ്ഡ്. നമുക്ക് ഈ കാസ്കേഡിങ് റോൾ ബാക്ക് എന്ന് പറയുന്നത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്, ഇച്ചിരി പ്രശ്നമാണ്. അപ്പം നമുക്ക് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വി ഹാവ് ടു ഫോളോ എ കാസ്കേഡ്ലെസ് റിക്കവറബിൾ റോൾ ബാക്ക് ഓർ കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ റീഡ്സ് ഓൺലി ഐറ്റംസ് ദാറ്റ് വെയർ റിട്ടേൺ ബൈ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ഈ കാസ്കേഡിങ് റോൾ ബാക്ക് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാം, T1 ഇവിടെ കമ്മിറ്റ് ചെയ്തു. ആ കമ്മിറ്റ് ചെയ്തെങ്കിൽ, അതായത് ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ, ഇവിടുന്ന് ഈ T2നെ ഇവിടുന്ന് റീഡ് ചെയ്യണം, T2നെ ഈ T1ൽ നിന്ന് റീഡ് ചെയ്യണം. പക്ഷേ ഇത് കണ്ടീഷൻ വെക്കുകയാണ്, എന്താണ്, T1 കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ റീഡ് ചെയ്യത്തുള്ളൂ എന്ന് കണ്ടീഷൻ വെക്കുകയാണ്. അതാണ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഇനിയൊരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്, ഇപ്പം അതൊരു പ്രോബ്ലത്തിൽ മനസ്സിലാകും. ഇപ്പം ഇവിടെ ഞാൻ ഇവിടെ റീഡ് ചെയ്യുന്നു, ഇവിടെ റീഡ് ചെയ്യുന്നു, ഇത് കുഴപ്പമില്ല. ഓക്കെ, ഞാനിവിടെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, റീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാനിവിടെ റൈറ്റ് ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കമ്മിറ്റ് ചെയ്യുന്നില്ല. വീണ്ടും ഈ റൈറ്റ് ചെയ്തിട്ടും, അതായത് ഞാൻ ബീനെ റൈറ്റ് ചെയ്തു, അതിനെ കമ്മിറ്റ് ചെയ്യുന്നില്ല. കമ്മിറ്റ് ചെയ്യാതെ ഞാൻ ഇതിനെടുത്ത് അടുത്ത ഷെഡ്യൂൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു, വീണ്ടും ഉപയോഗിക്കുക. റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ അത് കുഴപ്പമില്ല, റീഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്യാതെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കാസ്കേഡ്ലെസ് അല്ല. ഇനി റൈറ്റ് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുണ്ടോ അത് കമ്മിറ്റ് ചെയ്തിരിക്കണം. കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ട്രാൻസാക്ഷൻസ് അത് റീഡ് ചെയ്യാവൂ. റൈറ്റ് ചെയ്യാത്തരം വരെ കുഴപ്പമില്ല. വൺസ് നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനൻ്റ്ലി അത് സ്റ്റോറായി. അപ്പം നമ്മളത് കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കി അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാം, റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്തു, അതിനുശേഷമാണ് റീഡ് ചെയ്തത്. ഓക്കെ, അതതിൻ്റെ ഒരു എക്സാമ്പിൾ. ഈ റൈറ്റ് ചെയ്തെന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞത്. ഇനി സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഇവിടെ റീഡ് ചെയ്യുന്നതിന് മാത്രമായിരുന്നു ഒരു റെസ്ട്രിക്ഷൻ വെച്ചത്. ബോത്ത് റീഡ് ആൻഡ് റൈറ്റിനും റെസ്ട്രിക്ഷൻ വെച്ചതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കമ്മിറ്റ് ചെയ്തതിന് ശേഷമേ റീഡും റൈറ്റും ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് റീഡിന് പ്രശ്നമില്ലായിരുന്നു, റൈറ്റ് ചെയ്തത് കമ്മിറ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു. ഇത് ബോത്ത് റീഡ് ആൻഡ് റൈറ്റ് വരുന്നതാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി സീരിയൽ ഷെഡ്യൂൾ. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻ്റർലീവിംഗ് ഒന്നും ഇല്ലാതെ ഒരാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ ചെയ്യുന്നതിനെയാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു നോൺ സീരിയൽ ഷെഡ്യൂളാണ്. അപ്പം ഇവിടെ ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നു, ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്യുന്നു, ഇത് ചെയ്തതിന് ശേഷം ഇനി ഇൻ്റർലീവിംഗ് ആയിട്ട് ചെയ്യുന്നതിനാണ്. സോ സീരിയൽ ഷെഡ്യൂൾ ആൻഡ് നോൺ സീരിയൽ ഷെഡ്യൂളിൻ്റെ എക്സാമ്പിൾ നോക്കാം. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം മാത്രം അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സിമിലർലി ഇവിടെ T1 കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നെ T2 കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ നേരെ തിരിച്ച് T2 കംപ്ലീറ്റ് ചെയ്യുന്നു, അതിനുശേഷം T1 കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇവിടെ നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ ആദ്യം കുറച്ച് നേരം T1 ചെയ്യുന്നു, പിന്നെ T2 ചെയ്യുന്നു, പിന്നെ കുറച്ച് നേരം T1 ചെയ്യുന്നു, അങ്ങനെ ഇവിടെ അങ്ങനെ തന്നെ ഇൻ്റർലീവിംഗ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഇതിൻ്റെ വാല്യൂസ് ഇപ്പോൾ ഇവിടെ രണ്ടും സെയിം ആണോ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ 90 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ നമ്മൾ അതിനുശേഷം -n എടുത്തിട്ടുണ്ട്. 90 - n എത്രയാണ്, 3. 90 - 3 വിച്ച് ഈസ് 87. എക്സിൻ്റെ വാല്യൂ എത്രയായി, 87 ആയി. എന്നിട്ട് എക്സിൻ്റെ വാല്യൂ ഞാനിവിടെ റൈറ്റ് ചെയ്തു. ഇപ്പോൾ ഡേറ്റാ ബേസിൽ എക്സിൻ്റെ വാല്യൂ 87 ആണ്. അതിനുശേഷം y റീഡ് ചെയ്തു. y ഈസ് 90, n ഈസ് 3. സോ 90 + 3 93. എന്നിട്ട് അതിനെ റൈറ്റ് ചെയ്തു, y 93.
ഇനി അപ്പോൾ T1-ൻ്റെ ഇത്രയും ട്രാൻസാക്ഷൻ ഫിനിഷായി. ഇനി T2 എടുക്കും. T2 നോക്കുമ്പം ഇപ്പം ഡേറ്റാബേസിൽ ഇപ്പോൾ T2 അതിന് മുന്നേ എക്സ് ഒന്നും റീഡ് ചെയ്തിട്ടില്ല. എന്താണോ ഡേറ്റാബേസിൽ ഇരിക്കുന്നത് അത് T2 റീഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 87 റീഡ് ചെയ്യുന്നു. എന്നിട്ട് 87 പ്ലസ് എം ആണ്. 87 പ്ലസ് എം ഈസ് 2. 87 പ്ലസ് എം ഈസ് 89. അപ്പം എക്സിൻ്റെ വാല്യൂ ഓവർ റൈറ്റ് ചെയ്തിട്ട് 89 ആയി. ഓക്കെ, വേറെ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. അപ്പം ഫസ്റ്റ് കേസിൽ എക്സിൻ്റെ വാല്യൂ 89ഉം വൈയുടെ വാല്യൂ 93യും. സിമിലർലി ഈ കേസിലും കിട്ടുമോ നോക്കാം. നമ്മൾ എക്സിൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നത് വിച്ച് ഇസ് 90, എം ഇസ് 2, സോ 92. ഇപ്പം നമുക്ക് എക്സിൽ ഇപ്പം 92 ആണുള്ളത്. ഓക്കെ, എന്നിട്ട് ഇപ്പം ഇവിടെ വേറെ എക്സ് ഒന്നും റീഡ് ചെയ്യുന്നില്ല. ഇപ്പം ഡേറ്റാബേസ് 92 ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. അപ്പോൾ 92 എടുക്കുന്നു. അപ്പോൾ 92 മൈനസ് 3, ഓക്കെ, എൻ അല്ലേ 3, 92 മൈനസ് 3 ഈസ് 89. അപ്പോൾ 92നെ ഓവർ റൈറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? 89, എക്സിന് നമ്മൾ 89 കൊടുക്കുന്നു. അപ്പോൾ എക്സ് ഈസ് 89. ഓക്കെ, അതിനെ നമ്മൾ റൈറ്റും ചെയ്യുന്നു. ഇനി വൈനെ റീഡ് ചെയ്യുന്നു. വൈ പ്ലസ് എൻ വിച്ച് ഈസ് എൻ ഈസ് 3, 90 പ്ലസ് 3 93. ഓക്കെ, ഇപ്പം നോക്കിയാൽ രണ്ട് രീതി ചെയ്തപ്പോഴും ആൻസർ എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഇത് രണ്ടും കറക്റ്റാണ്. ഇനി നോൺ സീരിയൽ ഷെഡ്യൂൾ നോക്കുക. നമുക്ക് നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പം നമുക്കിവിടെ T1 ആൻഡ് T2. അപ്പോൾ ആദ്യം എക്സിനെ റീഡ് ചെയ്യുന്നു. എക്സ് ഈസ് 90. അപ്പം അതിനുശേഷം എക്സിനെ ഒന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. 90 മൈനസ് എൻ ഈസ് 87, എൻ ഈസ് 3, സോ 87. പക്ഷെ അവിടെ റൈറ്റ് ചെയ്യുന്നില്ല. റൈറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ 87 എന്ന് പറയുന്ന വാല്യൂ ഡേറ്റാബേസിൽ സ്റ്റോർ ആവുന്നില്ല. ട്രാൻസാക്ഷൻ്റെ അകത്ത് മാത്രം, മെമ്മറിയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ഈ 87 എന്ന് പറയുന്നത് മെമ്മറിയിൽ നിൽപ്പുണ്ട്, പക്ഷെ ഡേറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനി അടുത്തത് ഇതാണ് ചെയ്യുന്നത്. അപ്പം റീഡ് ഐറ്റം എക്സ്. മെമ്മറിയിലുള്ളൊരു കാര്യം ആ ട്രാൻസാക്ഷൻ എടുക്കാൻ പറ്റില്ല, ഡേറ്റാബേസിലുള്ളത് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ എന്തെടുക്കും? 90 എടുക്കും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 90 എന്ന് എടുക്കും. എന്നിട്ട് ഇതിനൊരു ഓപ്പറേഷൻ ചെയ്യുന്നു. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എം, 90 പ്ലസ് 2 92. അപ്പോൾ T2-ൻ്റെ മെമ്മറിയിൽ 92 ഉണ്ട് എക്സിൻ്റെ വാല്യൂ. T1-ൻ്റെ മെമ്മറിയിൽ എക്സിൻ്റെ വാല്യൂ 87 ഉണ്ട്. ഇത് മെമ്മറിയിലാണ്. ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റ് ഐറ്റം ഓഫ് എക്സ്. ഓക്കെ, റൈറ്റ് ഐറ്റം ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇവിടെ റൈറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ T1-ൻ്റെ മെമ്മറിയിൽ എന്തുണ്ട്? 87 ഉണ്ട്. അപ്പോൾ T1 എന്ത് ചെയ്യും? വേറെ T2 ഒന്നും അപ്ഡേറ്റ് ഡേറ്റാബേസിൽ ഒന്നുമില്ല. T1-ലുള്ള മെമ്മറിയിലുള്ള 87 എന്ത് ചെയ്യും? ഇതങ്ങ് റൈറ്റ് ചെയ്യും. കാരണം ഈ ഒരു ട്രാൻസാക്ഷനെ പറ്റി ഇത് അവെയർ അല്ല. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യും? റീഡ് ഐറ്റം വൈ ഇപ്പം 90 ആണ്. ഓക്കെ, വൈന് ഞാൻ റീഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം T2-ന് അറിയാവുന്ന മെമ്മറിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആരാണ്? 92 ആണ്. അപ്പോൾ ഈ റൈറ്റ് ചെയ്ത് 87-നെ ഓവർ റൈറ്റ് ചെയ്തിട്ട് എന്തെഴുതും? 92 എഴുതും. ഇതായിരുന്നു ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം. T1-നെ ഓവർ റൈറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? T2 ആൻഡ് 92 എഴുതും. ഓക്കെ, ഇനി അതിനുശേഷം വൈക്കകത്തൊരു ഓപ്പറേഷൻ ചെയ്യുന്നു. ഇപ്പം 92ഉം അതേപോലെ ഇത് വൈ എന്ന് പറയുന്നത് വൈ 90 പ്ലസ് 3 93. സോ ഇതാണ് ഇവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതിനകത്തൊരു ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ മെമ്മറിയിലുള്ള കാര്യങ്ങളാണ് എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ചെയ്ത് വെച്ചൊരു വാല്യൂവിനെ ഇവരെന്ത് ചെയ്യും? ഓവർ റൈറ്റ് ചെയ്ത് കളയും. അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഓവർ റൈറ്റ് ചെയ്ത് കളയുന്നതുകൊണ്ടാണ് അതിനെ ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ആ പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നോൺ സീരിയൽ ഷെഡ്യൂൾ ഈസ് നോട്ട് റൈറ്റ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയുള്ള കേസിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 90. ഓക്കെ, 90 മൈനസ് എൻ വിച്ച് ഈസ് 1 മിനിറ്റ്, 90 മൈനസ് എൻ ഈസ് n ഈസ് 3, സോ 87. സോ നമ്മൾ ഡേറ്റാബേസിൽ അപ്പം തന്നെ എഴുതുന്നു എക്സ് ഈസ് ഈക്വൽ ടു 87. ഡേറ്റാബേസിൽ ആ സമയത്ത് തന്നെ നമ്മൾ എഴുതുന്നു. ഇനി അടുത്ത ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്ത ഓപ്പറേഷൻ ചെയ്യുന്നത് എക്സിനെ വീണ്ടും റീഡ് ചെയ്യുന്നു. ഇപ്പോൾ എക്സിനെ റീഡ് ചെയ്യുമ്പോൾ ഓൾറെഡി ഡേറ്റാബേസിൽ ആര് എഴുതി വെച്ചിട്ടുണ്ട്? T1 87 എഴുതി വെച്ചിട്ടുണ്ട്. T2 അതിന് മുന്നേ ഒന്നും റീഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ T2-ന് എന്ത് മാത്രമേ മെമ്മറിയിൽ എക്സിൻ്റെ വാല്യൂ ഒന്നുമില്ല. ഡേറ്റാബേസ് റൈറ്റ് ചെയ്ത് 87 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? 87 എടുത്തിട്ട് 87 പ്ലസ് എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 2. 87 പ്ലസ് 2 89. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മളിവിടെ 87 റൈറ്റ് ചെയ്തു. ഓക്കെ, T2 നേരത്തെ ഒന്നും ഇവിടെ ഉള്ളത് പോലെ ഒന്നും റീഡ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ ആകെ എക്സിൻ്റെ വാല്യൂ 87 മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഓവർ റൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 87 പ്ലസ് 2 വിച്ച് ഈസ് 89. എന്നിട്ട് അതിനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ T2 എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. എക്സിൻ്റെ വാല്യൂ ഇവിടെയും T1 ചെയ്തൊരു വാല്യൂവിനെ ഓവർ റൈറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ 87 പ്ലസ് 2 89 എന്ന്
റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാം വൈനെ റീഡ് ചെയ്യുന്നു. വൈയുടെ വാല്യൂ y+n വിച്ച് ഈസ് എന്താണ് 93. അപ്പം എക്സിൻ്റെ വാല്യൂ 89ഉം വൈയുടെ വാല്യൂ 93. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാവും ഈ സീരിയൽ ഷെഡ്യൂളിൻ്റെ സെയിം ആൻസർ തന്നെയാണ് ഈ നോൺ സീരിയൽ ഷെഡ്യൂളിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവും ഈ നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമുക്കൊരു, കാരണം ഇവിടെയും ലോസ്റ്റ് അപ്ഡേറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരും. അപ്പം നമുക്ക് ഈ നോൺ സീരിയൽ അല്ലെങ്കിൽ ഡേർട്ടി റീഡ് എന്നൊരു പ്രോബ്ലം വരാം. സോ ഈ നോൺ സീരിയൽ ഷെഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യും, സീരിയൽ ഷെഡ്യൂളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണ്, സീരിയലൈസബിൾ ആണ് എന്നാണ് അർത്ഥം. സോ ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് സീരിയലൈസബിൾ ആണ്, ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ, സോ ഇതാണ് സീരിയൽ ഷെഡ്യൂൾ ആൻഡ് നോൺ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, ഇതാണ് സീരിയലൈസബിൾ എന്ന് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം ഈ ഒരു ഷെഡ്യൂൾ ആൻസർ സെയിം ആണ്. സോ മറ്റിടത്ത് അങ്ങനെയല്ല, ആൻസർ സെയിം അല്ല, സോ അതോട് സീരിയലൈസബിൾ അല്ല. പക്ഷേ ഹിയർ ഇത് സീരിയലൈസബിൾ ആണ്. അതാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇക്വലൻറ്റ് ഷെഡ്യൂൾ. ഇനി രണ്ട് ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ സീരിയലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനേക്കാൾ ഇവർ ഇക്വലൻ്റ് ആണോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഇക്വലൻ്റ് ആകാൻ വേണ്ടി നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് ഇക്വലൻസ് ചെക്ക് ചെയ്യും, കോൺഫ്ലിക്റ്റ് ഇക്വലൻസും വ്യൂ ഇക്വലൻസും. ഓക്കെ, ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം വെച്ചിട്ട് പറയാം. കോൺഫ്ലിക്റ്റ് ഇക്വലൻസ് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷെഡ്യൂളാണ്, ഇതൊരു ഷെഡ്യൂളാണ്, രണ്ട് ട്രാൻസാക്ഷൻ ചേർന്നൊരു ഷെഡ്യൂളാണ്. ഇവിടെ നമ്മൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് നോക്കണം. കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീഡ് റൈറ്റ്, റൈറ്റ് റീഡ് ആൻഡ് റൈറ്റ് റൈറ്റ്, ഇതാണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ്. സോ ഈ ഓപ്പറേഷൻസ് ഇവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ നോക്കുക, റൈറ്റ് ഐറ്റം റീഡ് ഐറ്റം. ഓക്കെ, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്. രണ്ടും എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ വേരിയബിളിനായിരിക്കണം. രണ്ടും എക്സിന് തന്നെയാണ് ചെയ്യുന്നത്. റൈറ്റ് റീഡ് ആണ്, അറ്റ്ലീസ്റ്റ് മീൻസ് ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസ് ആണ്, T1 T2 ആണ് നടക്കുക. 3 കണ്ടീഷൻസാണ് ഉള്ളത്. ഒരേ ഐറ്റത്തിലായിരിക്കണം, ഓപ്പോസിറ്റ് ട്രാൻസാക്ഷൻസിലായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും റൈറ്റ് ആയിരിക്കണം. സോ എല്ലാ കാര്യങ്ങളും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം ഈ വന്ന ഓർഡർ തന്നെ അടുത്ത ട്രാൻസാക്ഷനകത്തും അതേ ഓർഡറിലുണ്ടെങ്കിൽ അവർ കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഈ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് ഒരു ഷെഡ്യൂളിൽ വന്ന അതേ ഓർഡറിൽ അടുത്ത ഷെഡ്യൂളിലും വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കോൺഫ്ലിക്റ്റ് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് ഇക്വലൻസ്. ഓക്കെ, ഇനി കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. A schedule is to be conflict serializable if it is conflict equivalent to some serial schedule as dash, അല്ലെങ്കിൽ if swapping of one of non-conflicting instructions can make it into a serial schedule. അതായത് നമുക്ക് ഇതൊരു ഷെഡ്യൂളാണ്. ഈ ഷെഡ്യൂളിനെ ഒരു സീരിയൽ ഷെഡ്യൂൾ ആക്കാൻ നമുക്ക് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് സീരിയൽ ഷെഡ്യൂൾ ആക്കാൻ പറ്റുമെങ്കിൽ ദേ ആർ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. സോ ഇതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. ഇനി